ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. വേറെയൊന്നല്ല, നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇടിച്ചക്കയുടെ ഒരു തോരൻ. ചക്ക സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ മുതൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചക്കയുടെ ഐറ്റംസ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇടിച്ചക്ക, ചക്കപ്പൂതല്, ഇങ്ങനെ പല പേരുകളിലാണ് ഈ ഒരു ചെറിയ ചക്ക അറിയപ്പെടുന്നത്. ചക്ക മൂപ്പ് എത്തുന്നതിന് മുന്നേ, അതായത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ഇടിച്ചക്ക എന്ന് പറയുന്നത്. ഇത് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇടിച്ചക്ക കട്ട് ചെയ്തെടുക്കൽ എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണെങ്കിലും ഈ ഒരു കഷ്ടപ്പാട് പലരും ഇഷ്ടപ്പെടാറില്ല എന്നതാണ് സത്യം. കയ്യിലും കത്തിയിലും ഒരല്പം വെളിച്ചെണ്ണ തടവിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒട്ടിപ്പിടിക്കലങ്ങ് ഒഴിവായി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഞാനിവിടെ ഇടിച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചിലര് വേവിച്ചിട്ട് കുക്കറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പൊ ഞാനിതിവിടെ മുഴുവനായിട്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അപ്പൊ നമ്മളിതിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളിതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. കഴുകിയെടുത്ത സമയത്തുള്ള ഒരല്പം വെള്ളത്തിന്റെ അംശം ഉണ്ടാവും, അത് തന്നെ മതിയാവും. കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോയതുപോലെ ആയിപ്പോവും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു 3 വിസിൽ നിന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ അരമുറി ചിരകിയ തേങ്ങ, 20 വെളുത്തുള്ളി, 10 ചെറിയുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത ശേഷം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ജീരകവും 3 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പൂതൽ തോരൻ അഥവാ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ തോരൻ മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.